മന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ കെ.എം. എബ്രഹാമിനെതിരെ സിബിഐ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ്. സിബിഐക്കും സംസ്ഥാന സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. സിബിഐ അന്വേഷണം ചോദ്യം ചെയ്ത് കെ.എം. എബ്രഹാം നൽകിയ ഹർജിയിന്മേലാണ് നടപടി. സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട കേരള ഹൈക്കോടതിയുടെ നീക്കം നിയമപരമായി നിലനിൽക്കില്ലെന്നും സ്റ്റേ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് കെ.എം. എബ്രഹാം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. വരുമാനത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ എന്തുകൊണ്ടാണ് വൈകിയതെന്ന് സുപ്രീം കോടതി ചോദിച്ചു. എന്നാൽ അന്വേഷണ സമയത്ത് വിദേശത്തായിരുന്നുവെന്നാണ് കെ.എം. എബ്രഹാം നൽകിയ മറുപടി. സിബിഐ അന്വേഷണത്തിന് മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതി അനിവാര്യമാണെന്നും കെ.എം. എബ്രഹാം പറഞ്ഞു. ജസ്റ്റിസുമാരായ ദിബാങ്കർ ദത്ത, മൻമോഹൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് അപ്പീൽ പരിഗണിച്ചത്. മതിയായ കാരണങ്ങളില്ലാതെ അഴിമതി നിരോധന നിയമമനുസരിച്ചുള്ള സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടാനാവില്ലെന്ന് കെ.എം. എബ്രഹാം അപ്പീലിലൂടെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കലിന് തന്നോടുള്ള വ്യക്തി വൈരാഗ്യമാണ് പിന്നിലെന്നുമായിരുന്നു എബ്രഹാം ഹർജിയിൽ പറഞ്ഞിരുന്നത്. അഴിമതി നിരോധന നിയമപ്രകാരം പൊതുസേവകന്റെ പേരിൽ അന്വേഷണം നടത്തണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. അതില്ലാതെയുള്ള സിബിഐ അന്വേഷണം നിയമവിരുദ്ധമാണ്. മുംബൈയിലെയും തിരുവനന്തപുരത്തെയും ഫ്ളാറ്റുകൾ വായ്പയെടുത്തു വാങ്ങിയതാണെന്നും കൊല്ലത്തെ സ്ഥലം കുടുംബസ്വത്തായി കിട്ടിയതാണെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ നിയമ നടപടി സ്വീകരിച്ചതിലുള്ള പകയാണ് പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ ഹർജിക്ക് കാരണം. 2009 മുതൽ 2015 വരെയുള്ള വരുമാനം മാത്രമാണ് വിജിലൻസ് പരിശോധിച്ചത്. 2000 മുതൽ 2009 വരെയുള്ള വരുമാനം കൂടി പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകും. ശല്യക്കാരനായ വ്യവഹാരിയാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ. ഈ ചരിത്രം പരിശോധിക്കാതെയാണ് ഹൈക്കോടതി നടപടിയെന്നുമാണ് കെ.എം. എബ്രഹാമിന്റെ വാദത്തിലുണ്ടായിരുന്നത്.